ദൈവമേ നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കാലുകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. നിത്യനും വാഴ്ത്തപ്പെടുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ പ്രാർത്ഥനയുടെ കൂട്ടമായി ഞങ്ങളിവിടെ ഒത്തുചേർന്നിരിക്കുന്നു കർത്താവേ. എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാക്കുതന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ഈ കുടുംബ യൂണിറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക നയിക്കുന്ന പ്രിയ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണം. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായുള്ളവർ കടന്നു വന്നിട്ടുണ്ട്. പ്രായമായവർ ഈ യോഗത്തിലേക്ക് തൻ്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിൽ ആരാധിക്കുവാൻ എത്തിച്ചേർന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മാനവും മഹത്വവും അങ്ങെടുക്കണമേ. കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശവാസികളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങെടുക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. പ്രിയ വിശ്വാസികളുടെ കൂട്ടം, ബഹുമാനപ്പെട്ട അച്ഛൻ, മറ്റ് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രാർത്ഥനാ യോഗ കൂട്ടായ്മയുടെ സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, കുഞ്ഞുമക്കളെ, മാതാപിതാക്കൾ, എന്നെ ഒരുപക്ഷെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയുന്ന ഒരാളാണ്. ഈ കുടുംബമായിട്ടുള്ള ബന്ധം അച്ഛൻ പറയുകയുണ്ടായി. എന്നിരുന്നാലും ഞാൻ ആരാണ് എന്ന് ഈ കൂട്ടായ്മയോട് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ അത് വലിയ തെറ്റ് തന്നെയാണ്. കാരണം ഒരു ഫ്ലാഷ് ബാക്ക് എൻ്റെ ജീവിതത്തിൽ സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട്. ഒരു മാതാവിനും പിതാവിനും വാത്സല്യ മകനായിട്ട് ജനിക്കുന്നു. അവര് വളരെ സന്തോഷത്തോടെ വളർത്തി വലുതാക്കി, പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ച്, സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ച്, വിവാഹമൊക്കെ കഴിപ്പിച്ച്, അങ്ങനെ ഒരു ജോലിയൊക്കെ നേടിക്കഴിഞ്ഞപ്പോഴത്തേനും അല്പ അഹങ്കാരം, ഞാനെന്ന അഹങ്കാരം, അഹംഭാവം അത് കടന്നു വരികയും അവിടെ പൈശാചികമായ പ്രവൃത്തി എന്നിലേക്ക് കുടിയേറി പാർക്കുകയും ദൈവത്തെ പുറത്തു നിർത്തുകയും ചെയ്ത കുറേയേറെ നാളുകൾ. ഒരു 15 വർഷം മുമ്പ് ഞാൻ മലയക്കുരിശ് ദേറായിൽ ഒരു മഹാപുരോഹിതനെ പരിചയപ്പെടുവാനിടയായി. ആ പരിചയപ്പെടലാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഫിനിഹാസ് എറമ്പാച്ചൻ എന്ന ആ വ്യക്തി, ആ മഹാപുരോഹിതൻ, ആ പിതാവാണ്. ഞാനിപ്പോഴും പുത്തൻകുരിശ് ഭാഗത്തൂടെ പോകുമ്പോൾ 22 ജൂലൈ 5-ാം തീയതി പിതാവ് കാലം ചെയ്തു. ആ പിതാവിന്റെ കബറെങ്കിൽ പോയി പ്രാർത്ഥിക്കാതെ പോരാതെ, അത്രയ്ക്കേറെ ഒരു ബന്ധമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അച്ഛൻ പിതാവിനോട് പല ഇന്റർവ്യൂകളിലും ഓരോരുത്തർ ചോദിച്ച സമയത്തൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പിതാവിന് ഇഷ്ടമാതിരി ശിഷ്യന്മാരുണ്ട്. തിരുമേനിമാരെ സുറിയാനി പഠിപ്പിച്ച ആളാണ്.
അരാമ്യ ഭാഷ, നമ്മുടെ കർത്താവിന്റെ ഭാഷ സംസാരിക്കുന്ന ആളാണ്. ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ള ആളാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ച് പിതാവിനോട് ചോദിച്ചാലും എനിക്ക് കൃത്യമായി മറുപടി തരുന്ന ആ പിതാവ് പറയുന്നത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ശിഷ്യൻ റോയിയച്ചനാണ് എന്നായിരുന്നു. കാര്യം പിറവം പള്ളിയിലെ മുതല്, പിറമാടം മുതല് റോയിയച്ചനുമായിട്ടുള്ള ആ സ്നേഹബന്ധം വളരെയേറെ ആ പിതാവ് സൂക്ഷിച്ചിരുന്നു. ആ പിതാവിന്റെ അനുഗ്രഹം എന്നിലേക്ക് ഇങ്ങനെ വന്നു എന്നുള്ളതാണ് എൻ്റെ സുവിശേഷം. ആ പിതാവ്, ഞാൻ അവിടെ ചെന്നു, എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ആ ദേവാലയത്തിൽ വെച്ച് ആ പിതാവിനോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ്, എനിക്ക് ഇങ്ങനെയുള്ള ജീവിതമാണ്. അപ്പ എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, ആയതുകൊണ്ട് നീ ദൈവത്തിന് കീഴ്പ്പെട്ട് നിന്റെ പ്രാർത്ഥനകളെ അവന്റെ മുൻപിലേക്ക് നീ വെക്കണം. ഞാൻ ആ പിതാവിന്റെ മുറിയിൽ, വളരെ കുറച്ചു പേര് ആ പിതാവിന്റെ മുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടുള്ളൊരു 19 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിയാണ്. ആ മുറിയിൽ ആ പിതാവ് അങ്ങനെ കിടന്നുറങ്ങാറില്ല. കസേരയിൽ ഇരുന്നുറങ്ങുക, പ്രാർത്ഥിക്കുക, ആരെങ്കിലും എന്തുകൊണ്ടേ കൊടുത്താലും അത് മറ്റുള്ളവരോട്, അങ്ങനെയുള്ള ഒരു ജീവിതം നയിച്ച എല്ലാ തിരുമേനിമാരുമൊക്കെ അന്ന് തന്നെ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന വിശുദ്ധൻ എന്ന് കാലം ചെയ്ത പാത്രിക്കീസ് ബാവായും ഒക്കെ അവരുടെ നാവുകളിൽ നിന്ന് വന്ന ഒരു ജീവിതമായിരുന്നു. ആ പിതാവിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, മകനെ, നീ നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും വിട്ട് ദൈവത്തിങ്കിൽ ആശ്രയിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിതത്തിലേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു ദേവാലയത്തിന്റെ ഒരു ശുശ്രൂഷകനായിട്ട് എന്നെ നിയമിച്ചു. എൻ്റെ വടയാപ്പറമ്പ് സെന്റ് മേരി സിംഹാസനപ്പള്ളി മാതാവ് അധിവസിക്കുന്ന ദേവാലയം, മാതാവിന്റെ സുനോറ സ്ഥാപിക്കപ്പെട്ടുള്ള ദേവാലയം, അവിടുത്തെ ഒരു എളിയ ശുശ്രൂഷകനായി, ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ 2 അഡ്മിനിസ്ട്രേറ്റീവ് സഹായിയായി പള്ളി അടിച്ച് തൂത്തുവാരുക, ആ മെഴുകുതിരികളിലെ ഉരുകി വീഴുന്ന മെഴുക് കുത്തി അത് മാറ്റി, അത് ഭരണത്തിനല്ല. അവിടുന്ന് എൻ്റെ ജീവിതം വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം, അമിത മദ്യപാനിയായ ഞാൻ, അതിൽ പെട്ട് ഒരു കല്ലിൽ തകർന്നു പോകാവുന്ന എൻ്റെ ജീവിതം, ആ ജീവിതം പടുത്തുയർത്തിയത് എൻ്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും എൻ്റെ അപ്പച്ചനും അമ്മയും എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ നിന്നാണ് ആ അനുഗ്രഹം എന്നിലേക്ക് കടന്നു വന്നത്. അവിടെയും ഞാൻ നിർത്തിയില്ല. എൻ്റെ പ്രവർത്തന മേഖല എന്നുള്ളത്, ഞാൻ ഒത്തിരി വലിയ പ്രാസംഗികനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ അങ്ങനെയൊന്നും പോകുന്ന ഒരാളുമല്ല. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ആർക്കെങ്കിലും എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, ഒരു മദ്യപാനിക്ക് അവനിൽ നിന്ന് ആ സ്വഭാവത്തിൽ നിന്ന് വിട്ട് അവന്റെ ജീവിതത്തിലേക്ക് വരാൻ അവന് ആഗ്രഹമുണ്ടെങ്കിൽ അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളായി മാറും. അതും എനിക്ക് കിട്ടിയ എൻ്റെ ഉപദേശങ്ങൾ. കാരണം നീ എങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരുന്നു, അതുപോലെ നശിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നിന്റെ മുന്നിലുണ്ട്. അവർക്ക് തുണയായി, കൈത്താങ്ങായി നീ നിൽക്കണം. നിന്നെ ഒരു മനുഷ്യനാക്കാൻ ശ്രമിച്ചു എങ്കിൽ മറ്റുള്ളവരെയും മനുഷ്യനാക്കുവാനുള്ള ഒരു ശ്രമം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ആ മനുഷ്യൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞു, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന ആ ഭവനം എത്രയോ ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനാ യോഗങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ ഇപ്പൊ ചെറുപ്പക്കാരും ഇപ്പൊ ഇവിടെ ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും വിദേശത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ മാത്രമേ ഉള്ളൂ. പല വീടുകളിലും അവരെ പ്രാർത്ഥനകളിലേക്ക് കിടന്നു വരുമ്പോൾ അവരിലുണ്ടാവുന്ന ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസ തീക്ഷ്ണത ഇന്ന് നമ്മുടെ മക്കളിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. ഞാനൊരു വചനം ഇങ്ങനെ വായിക്കട്ടെ.
യോഹന്നാൻ 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും പിതാവിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു പാലമായി പുത്രൻ തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ആദിമ ലോകത്തിന്റെ പാപത്തെ മാറ്റുവാനായിട്ട് പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവിടെയും ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണ്? ഭൂമിയിലേക്ക് പുത്രനെ അയച്ചപ്പോൾ ഈ ഭൂമിയിലേക്ക് മറ്റൊരാളെ അയച്ചിരുന്നു. ആദാമും ഹവ്വായും ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒത്തിരി പ്രാർത്ഥനാ യോഗങ്ങളിലും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ദൈവചിന്ത എവിടെ തുടങ്ങുന്നു അവിടേക്ക് മറ്റൊരു ആളും കൂടെ കടന്നു വരുന്നുണ്ട്. സാധാന്യ പ്രവർത്തികളിലേക്ക് നമ്മളെ നയിക്കുവാൻ അവന്റെ ചില കുടില തന്ത്രങ്ങളുമായിട്ട് ആ കുടുംബത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു രോഗം വന്നു. അപ്പൊ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കുക, പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, വനിതാ സമാജത്തിൽ പോകുന്നു, മറ്റ് എല്ലാ നേർച്ചകളും കൊടുക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. എന്തേ ദൈവം എന്നോട് ഇങ്ങനെ, എന്തേ ദൈവം എന്നോട് ഇങ്ങനെ എന്ന് ഉള്ള ചോദ്യം, പെറുപെറുക്കൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് കിടക്കുന്നു. അവിടെ നമ്മുടെ പരാജയം തുടങ്ങുകയാണ്. നമ്മുടെ പ്രാർത്ഥന ഇല്ലാതെയാകുന്നു, നമ്മുടെ കുടുംബത്ത് അസ്വസ്ഥത കൂടുന്നു. പക്ഷെ ഇതിനൊക്കെ വശംവദരാകാതെ നമ്മുടെ മക്കളെയും ചേർത്ത് പിടിച്ച് ആരാധിക്കുന്ന കുടുംബം, വിശ്വാസത്താൽ നിലനിൽക്കുന്ന കുടുംബം, പ്രാർത്ഥനയെ മുറുകി പിടിക്കുന്ന ഒരു കുടുംബമായിട്ട് നാം മാറുമ്പോൾ മാത്രമാണ് ഏറ്റവും വലിയ സുവിശേഷം, കുടുംബമാണ് ഏറ്റവും വലിയ സുവിശേഷം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആ കുടുംബത്തിന്റെ സന്തോഷം ആ പ്രദേശത്ത് മറ്റുള്ളവർക്ക് മാതൃകയാവുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു സുവിശേഷീകരണത്തിലേക്ക് നമ്മുടെ കുടുംബം മാറ്റപ്പെടുന്നത്. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ മക്കൾ അവരുടെ പഠന സ്ഥലത്തായിക്കോട്ടെ, അവര് മറ്റു മേഖലകളിലായിക്കോട്ടെ ഒക്കെ ഇറങ്ങുമ്പോഴത്തേനും അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നത് തിന്മകളുടെ ഒരു കൂടാരമാണ്. ഒരു കവി തന്റെ കവിതയിൽ ഇങ്ങനെ പാടുന്ന ഒരു വരികളുണ്ട്: നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ആ കവിതയുടെ സാരാംശം വളരെ ലളിതമായ മലയാളമായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ വർണ്ണക്കടലാസുകൾ വെച്ച തിന്മകളാണ് ഇന്ന് അവരെ ആകർഷിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഇവിടെ കൊച്ചുകുട്ടികൾ 5-6 പേരേ ഉള്ളൂ. ഞാൻ ഒരു സ്കൂളിന്റെ PTA പ്രസിഡന്റായിട്ട് ഇരുന്ന കാലമുണ്ട്. എൻ്റെ മോളും മോനും ഒക്കെ പഠിച്ച സ്കൂളിൽ എന്തോരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നറിയും. കാര്യം കൊച്ചുകുട്ടികൾ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന അവസരങ്ങൾ, മറ്റ് MDMA മുതലായ മയക്കുമരുന്നുകളിലേക്ക് കടന്നു പോകുന്ന അവസരങ്ങൾ. കാക്കനാടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. അച്ചടി വകുപ്പിലാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. രാത്രി 11 മണിക്ക് എൻ്റെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കടന്നു പോരുന്ന വഴികൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നേരത്തെ പറയും ബാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചെന്ന് നശിച്ചു പോകുന്നു,
അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അപ്പനമ്മമാരെ ഞാൻ വളരെയേറെ കണ്ടിട്ടുണ്ട്. കുടിച്ച് ലക്ക് കെട്ടി നടക്കുന്ന പെൺകുട്ടികളെ ഞാൻ ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ല. കാരണം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നവളായിരുന്നു, എൻ്റെ ഭാര്യ രണ്ടു നേരം പ്രാർത്ഥിക്കുന്നവളാണ്, എൻ്റെ മകളെ ആ അമ്മ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ നേട്ടങ്ങൾക്കെല്ലാം കാരണം എൻ്റെ അമ്മയാണ്, എൻ്റെ മാതാവാണ്. എൻ്റെ ദേവാലയത്തില് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന മാതാവ്. അതുകൊണ്ട് സ്ത്രീത്വത്തെ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ സങ്കടം എന്ന് പറയട്ടെ, കുടിച്ചു കൂത്താടി സിഗരറ്റും വലിച്ചുകൊണ്ട് നടന്നു പോകുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ബാംഗ്ലൂരൊന്നും പോകണ്ട, കാക്കനാട് വരെ വന്നാൽ മതി. അതിനോട് ചേർന്ന് ഇണയായി തുണയായി പോകുന്ന ആൺകുട്ടികൾ, ഇവരുടെയൊക്കെ ജീവിതം എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ അതിനിടയിൽ നമ്മുടെ വിശുദ്ധന്മാരുടെ പേരും ശുദ്ധിമതികളുടെ പേരും ഒക്കെ നാമകരണം ചെയ്ത മാമോദീസ ചെയ്ത കുട്ടികളുമുണ്ട് എന്ന് കാണുമ്പോൾ, അവരുടെ കഴുത്തിൽ, സാധാരണ പെൺകുട്ടികൾ മാല ധരിക്കുമ്പോൾ അവരുടെ കഴുത്തിൽ ഒരു കുരിശടയാളം ഇടാറുണ്ട്. അത് രക്ഷയുടെ അടയാളമാണ്. ആ രക്ഷയുടെ അടയാളവും പേറി നമ്മുടെ ഈ യുവജനത എങ്ങോട്ട് പോകുന്നു എന്ന് വിലപിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് എന്നാണ് എനിക്ക് പ്രാർത്ഥനാ യോഗ കൂട്ടായ്മയോട് എനിക്ക് പറയാനുള്ളത്. മക്കളോട് നമുക്ക് ഒന്നേ പറയാൻ പറ്റൂ, മക്കളെ നല്ലത് ചെയ്യൂ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കൂ എന്ന് പറയാനേ പറ്റൂ. മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ് എന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ വിളിച്ചു പറയുവാൻ എന്റെ കൃഷ്ണമണികൾ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് നിങ്ങളോട് വെക്കുന്നത്. നമ്മുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു? കുട്ടികളോട് നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരിൽ നിന്ന് വരുന്ന എന്തിന് ഞങ്ങളെ നിയന്ത്രിക്കുന്നു? വൃത്തിയായി വസ്ത്രം ധരിക്കണം. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം എന്നൊരു കുട്ടിയോട് ഒരു ക്ലാസ്സിലെ അധ്യാപകൻ പറഞ്ഞാൽ പോലും അവർ ഞങ്ങളെ എന്തിന് നിയന്ത്രിക്കണം, ഞങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ എന്തിന് നിയന്ത്രിക്കണം എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കാലം വരുന്നു. ആ കാലമായിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ നമ്മുടെ ഉത്തരവാദിത്വം. അവരെ വചനം പഠിപ്പിച്ച് വചനത്തിൽ നിർത്തി വളർത്തുക എന്നുള്ളത്. അവിടെയാണ് നാം മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉപദേശം. പാപം വിട്ടു തിരിഞ്ഞ് അനുതപിക്കുക. പാപം വിട്ട് തിരിഞ്ഞ് അനുതപിച്ചാൽ മാത്രമേ പുത്രൻ തമ്പുരാന്റെ ആ ഒരു അനുഗ്രഹത്താൽ നമുക്ക് ദൈവത്തോട് ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ പാപം എങ്ങനെയാണ് നമ്മൾ പിടികൂടുന്നത്? അച്ഛന്മാരൊക്കെ രോഗശാന്തി ശുശ്രൂഷയ്ക്കൊക്കെ വരുമ്പോഴത്തേനും പ്രാർത്ഥിക്കുന്നത് ഞാൻ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് ചെയ്ത പാപം പൊറുക്കേണമേ. എന്തുകൊണ്ട്? കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്ത പാപങ്ങളിലേക്ക് നീ പോകരുത്. നിന്റെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത പാപങ്ങളിലേക്ക് നീ പോകരുത്. നിന്റെ ചെവി ആവശ്യമില്ലാത്ത പാപങ്ങളിലേക്ക് പോകരുത്. നിന്റെ കാലടികൾ, നിന്റെ കൈകൾ, നിന്റെ ഉദരം ആവശ്യമില്ലാത്ത അനാവശ്യമായ ഭക്ഷണത്തെ സ്വീകരിക്കരുത്. മയക്കുമരുന്ന്, അതുപോലെയുള്ള മറ്റ് മദ്യ സൽക്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു മാനസാന്തരം കടന്നു വരണം. ആ മാനസാന്തരത്തിന് കാര്യം നമ്മുടെ സഭ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള കുമ്പസാരം മാനസാന്തരത്തിന്റെ അവസ്ഥയാണ്. തീർച്ചയായിട്ടും ആ മാനസാന്തരം നമ്മളിലേക്ക് കടന്നു വരുന്നത് കുമ്പസാരത്തിന് പോകുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കണം. അച്ഛന്മാര് പറയും, ആ ക്രോണോസിന്റെ മുമ്പിൽ വന്ന് അച്ഛന്മാരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന്, അച്ഛന്മാരോടല്ല പറയുന്നത് കേട്ടോ, അച്ഛന്മാരോടല്ല, കണ്ണീരോടുകൂടി ആ വിശുദ്ധ മദ്ബഹായെ നോക്കി, അതിവിശുദ്ധ സ്ഥലത്തെ നോക്കിയാണ് നിങ്ങൾ നിങ്ങളുടെ കുറ്റം അല്ലെങ്കിൽ ഞാൻ എന്റെ കുറ്റം പറയേണ്ടത്. അവിടുന്ന് ആ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന വൈദികൻ നമുക്ക് ഉപദേശങ്ങൾ തരുന്നു. അതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നാളെ ഒരിക്കൽ ഒരു തെറ്റിലേക്ക് പോകുവാനല്ല കുമ്പസാരം, അനുതാപം വേണ്ടത്. നമ്മുടെ തെറ്റുകളെ അവിടെ വെച്ച് ഞാൻ തമ്പുരാനിൽ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുവാനായിട്ട് നമുക്ക് കഴിയണം.
പിന്നീട് ഒരിക്കലും ആ തെറ്റിലേക്ക് കടന്നു പോകരുത്. മാനസാന്തരം എന്നുള്ള ആ ഒരു പ്രക്രിയ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്നു, എന്റെ മനസ്സ് നിങ്ങൾക്ക് ആർക്കും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. എന്റെ നാവിൽ വരുന്ന വചനങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ എനിക്കൊന്നുറപ്പുണ്ട്, എന്റെ നാവിൽ വരുന്ന വചനങ്ങൾ ഞാൻ ഇന്നലെയോ അല്ലെങ്കിൽ മിനിങ്ങാന്നോ ഒന്നും ഞാൻ ചിന്തിച്ചെടുത്തതല്ല. ഞാൻ എൻ്റെ പിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് വചനങ്ങളെ അയച്ചു തരണമേ, ഈ സമൂഹത്തോട് അല്പമെങ്കിലും സംസാരിക്കുവാൻ എൻ്റെ നാവിന് കൃപ തരണമേ, അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം തരണമേ. അപ്പൊ തീർച്ചയായിട്ടും പാപത്തെ വിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിച്ചു വരണം. അത് നമ്മുടെ മക്കളെ അത് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു അച്ഛനമ്മമാരായി നാം മാറണം. ഇല്ലെങ്കിൽ ഏറെ നമുക്ക് സങ്കടപ്പെടേണ്ടി വരും. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന അനുഭവം ഞാൻ പറയാം. ഒരു അച്ഛനെ മകൻ കല്ലുകൊണ്ട് ഇടിച്ചിട്ട് ഈ തലയുടെ പുറംഭാഗം പൊളിഞ്ഞു പോയിരുന്നു. അത് ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിന് തൊട്ടക്കരെയുള്ള ഒരു വിജയൻ എന്ന് പറഞ്ഞൊരു SI, ആ സാറും അവിടെ ഉണ്ടായിരുന്നു. ഒറ്റയിടിക്ക് സ്വന്തം പിതാവിനെ ഒരു മകൻ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്നു. അവിടെയും അവനെ അത് ചെയ്യിച്ചത് പൈശാചിക ആ ഒരു ബന്ധനത്തിലൂടെയാണ് അവനത് ചെയ്തത്. അവനോട് ആൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവിടെ ഒരു പോലീസുകാരൻ എന്നെയാണ് വിളിച്ചത്. ഞാൻ അവിടെ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേനും അദ്ദേഹത്തെ ഒരു സെല്ലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കടന്നു ചെന്നപ്പോ എന്നോട് ചോദിച്ചു, ഇയാളുടെ എത്ര പേരൊക്കെ പറഞ്ഞിട്ട് ഇയാളാണോ ആ വ്യക്തി എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നിൽക്കുവാണ്, എന്റെ പേര് വിളിച്ചു, എന്നെ ജോഷി ചേട്ടാ എന്നാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണ് ആ പാവം മനുഷ്യനെ നീ കരിങ്കല്ല് കൊണ്ട് ഇടിച്ചു കൊന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരയാനുണ്ടായ അവസ്ഥ എന്താ? അവന്റെ സ്വബോധത്തോടെയല്ല അവൻ അത് ചെയ്തത്. സ്വബോധം നഷ്ടപ്പെട്ട ഒരു ജനത, ആ ജനതയാണ് ഇന്ന് ഈ ലോകത്ത് ഉഴലാടി നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ആ കൂട്ടത്തിലാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിത പ്രക്രിയയെ നമുക്ക് മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മുടെ ദേവാലയങ്ങളും സഭയും ക്രമീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥന കൂട്ടായ്മകൾ അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ അപ്പൊ അച്ഛൻ ഒരു കാര്യം സൂചിപ്പിച്ചു, പിറവംപള്ളിയുടെ വിഷയം സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ സഭ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സഭയെ ഓർത്ത് നമ്മൾ ഈ പ്രാർത്ഥന കൂട്ടായ്മ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയുവാനുള്ളത്, ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കണം. നമ്മുടെ ഇടയില് ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കണം. അവിടെയും ഞാൻ പറയാം, എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയട്ടെ, ഈ ഏറ്റവും സന്തോഷകരമായി പോകുന്ന ഇടത്തേക്ക് കയറി വരുന്ന പൈശാചിക ബന്ധനങ്ങളെ തച്ചുടയ്ക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് നമുക്ക് കഴിയും. ഞാൻ അധികം ദീർഘിപ്പിച്ച് പോകുന്നില്ല. എനിക്ക് 1/2 മണിക്കൂർ സമയമാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിച്ചോളാം. മാനസാന്തരപ്പെടാഞ്ഞാൽ, വിശുദ്ധ ലൂക്കോസിന്റെ 13:5, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് വന്നില്ല, കർത്താവ് നമ്മളോട് പറയുകയാണ്, മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് വന്നില്ല എങ്കിൽ നീ നശിച്ചു പോകുമെന്ന് പറയുകയാണ്. നമ്മുടെ മരണാനന്തര ശുശ്രൂഷകളിലും നമ്മുടെ വാങ്ങിപ്പോയവർ ഓർക്കുമ്പോഴും അച്ഛന്മാർ പാടുന്ന ഒരു പാട്ട്, നിങ്ങൾ അതിന്റെ അർത്ഥം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശരണത്താലേ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസരനി ജീവസ്വരമുതുണർത്തണമേ കബറിനുദ്ധാനത്തിനായി. ശരണത്താലേ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസരനി. ശരണത്താലേ, അവിടെ നമ്മുടെ പിതാക്കന്മാർ ഓരോ വരികളും എഴുതി വച്ചിരിക്കുന്നു വളരെ ശ്രദ്ധയോടെയാണ്. ഓരോ പ്രാർത്ഥനകളും പാട്ടുകളും അതുപോലെ തന്നെ പ്രതിവാക്യങ്ങളെല്ലാം ചൊല്ലുമ്പോൾ നമ്മൾ അതിന്റെ ഓരോന്നും വാക്കുകളൊന്ന് വേർതിരിച്ച് നോക്കിക്കേ. പാപത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മദ്ബഹായിൽ
ഒരുക്ക ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അംശവസ്ത്രമിട്ട് വിശുദ്ധ കുർബാന അനുഭവത്തിന് കയറുന്ന പുരോഹിതൻ നമ്മളോട് സമാധാനം യാചിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമുക്ക് സമാധാനം തരുമ്പോഴും അവർ പറയുന്ന ഒരു വാക്കുണ്ട്. പിതാക്കന്മാർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാനോ ബലഹീന ഭാവിമായ ദാസനാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥന സഹായം ലഭിക്കുമാറാകട്ടെ. ആ സമയത്തും നമ്മുടെ അവസാന നാളുകളിലും പശ്ചാത്താപത്തിന്റെ, ഞാനൊരു പാപിയാണെന്നുള്ള ബോധത്തിന്റെ ആ ഒരു ബോധത്തിലൂടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഓരോ വഴികളിലും ഓരോ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മളിലേക്ക് ചെറിയ ചെറിയ പാപങ്ങൾ പല രീതിയിൽ വന്നു ചേരുകയാണ്. അവിടെ നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യം, പുത്രന്റെ ആ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആ സന്നിവേശം, എന്നിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി പുത്രൻ തമ്പുരാനിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. എന്റെ സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പൊ എന്റെ ഒരു ചിന്ത ഇത്രയുമുള്ളൂ. നാം പ്രാർത്ഥിക്കുന്നവരാവും. അത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. മറ്റുള്ളവർ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വലിയ ഒരു കാറ് കിട്ടണേ, ഒരു വലിയ വീട് കിട്ടണേ. ഇതെല്ലാം തമ്പുരാൻ അതിൻ്റെതായ സമയത്ത് നിങ്ങൾക്ക് തരും. ഞാനൊരിക്കൽ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. റംബാച്ചനുമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിൽ ദിയോസ്കോറോസ് തിരുമേനിയുണ്ട്. തിരുമേനി എന്നെ വിളിച്ച് ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, എനിക്കൊരു വീട് പണിയാനുള്ള തറക്കല്ലിട്ടു. അപ്പൊ അത് കേട്ടിരുന്ന റംബാച്ചൻ അപ്പൊ തന്നെ എന്നോട് ചോദിച്ചു, ആ വീട് പണിയുന്നത് നീയാണോ? ആ വീട് പണിയുന്നത് നീയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വളരെ പക്വതയോടെ പറഞ്ഞു, അല്ല, അത് എന്റെ തമ്പുരാന്റെ അനുഗ്രഹം. അത് അവൻ അവിടെ പ്രവർത്തിച്ചുകൊള്ളും. നിന്നോട് പറയുന്ന ജോലി നീ ചെയ്യുക. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാനൊരു വിസമ്മതം ഞാൻ ഒന്ന് പറഞ്ഞു. 100ാമത് പ്രാർത്ഥനാ യോഗമാണ്. ആ പ്രാർത്ഥനാ യോഗത്തിൽ നല്ലൊരു അച്ഛനെയോ അല്ലെങ്കിൽ ബിഷപ്പിനെയോ അങ്ങനെയൊക്കെ വിളിച്ച് നല്ല ഭംഗിയാക്കേണ്ട ഒന്നല്ലേ. അവിടെ എന്നെ പോലെയുള്ള ഒരു എളിയവനെ വിളിക്കുന്നത് ശരിയല്ല. എന്റെ ആന്റിയോട് ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, വേണേ വേറെ പരിചയമുള്ള അച്ഛന്മാർ ആരെങ്കിലും. അപ്പൊ പറഞ്ഞു, മോനെ നീ വന്നാൽ മതി. വളരെ സ്നേഹത്തോടെ എന്റെ ആന്റി എന്നെ വിളിക്കുമ്പോഴത്തേനും അതിനെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയില്ല. കാരണം എനിക്കിതൊരു അവസരമാണ്. ഞാൻ ഒത്തിരി ആൽക്കഹോളിക്സ് അനോണിമസ് സംഘടനകളിലൊക്കെ പോയി പ്രസംഗിക്കാറുണ്ട്. അവരുമായിട്ട് ചർച്ചകൾ നടത്തുവാറുണ്ട്. അവരുമായിട്ട് ഇന്ററാക്ഷൻ, അവരുടെ വീടുകളിൽ പോയി ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം, ആ ദൈവ കൂട്ടായ്മയിൽ നിന്ന് ഞാനൊരു സാക്ഷിയാണ്. ഞാൻ ദൈവത്തിന്റെ കൃപ എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഇങ്ങനെ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയുന്നത് എന്ന് ഉച്ചത്തിൽ പറയുവാനായിട്ട് എന്റെ നാവുകൾക്ക് ശക്തി കിട്ടിയ ഒരു മെസ്സേജ് എന്നോട് കിട്ടിയ പോലെ എനിക്ക് തോന്നി. റംബാച്ചൻ പറഞ്ഞ ഒരു വാക്ക്, നിന്നെ കൊണ്ട് പിതാവിന് ആവശ്യമുണ്ട്. അതെന്താണ് എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് നിനക്ക് വെളിപ്പെടും. ആ സമയത്ത് നീ അതുപോലെ പ്രവർത്തിച്ചുള്ള ഇങ്ങനെയുള്ള ഒത്തിരി ഉപദേശങ്ങൾ പലപ്പോഴും റംബാച്ചന്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഓരോരോ ഉപദേശങ്ങൾ, ആ നുറുങ്ങൾ, തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനായോഗത്തിൽ ഇപ്പൊ 100 പ്രാർത്ഥനായോഗങ്ങൾ കഴിഞ്ഞു. ഈ 100 പ്രാർത്ഥനായോഗങ്ങളിൽ 100 സന്ദേശങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇതില് എത്ര സന്ദേശം നമ്മൾ കേട്ടു എന്ന് നാം ഈ വേദിയിൽ വെച്ച് ചിന്തിക്കണം. എത്ര സന്ദേശങ്ങളുടെ കൂടെ, എത്ര വചനത്തിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം ചിന്തിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിനും എൻ്റെ എല്ലാവിധ സ്നേഹവും ഈ